MESൻ്റെ ചരിത്ര നാൾ വഴികളിലൂടെ എന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്ന ഒരു സാധാരണ MES പ്രവർത്തനമാണ് ഞാൻ. സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ മുസ്ലിം വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ നോക്കിക്കാണുവാനുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സഹോദര സമുദായങ്ങൾ SNDPയും NSSും 1904-ലും 14-ലുമൊക്കെ രൂപീകരിച്ച് അവരുടെ മുന്നോക്കാവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സാമൂഹ്യ രംഗത്ത് മാത്രം മുസ്ലിങ്ങളുണ്ടായിരുന്നു, അവിടെ മാത്രം സാംസ്കാരിക രംഗത്ത് മുസ്ലിം സംഘടനകളുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ പൊതുവെ ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക വൈജ്ഞാനിക പിന്നോക്കാവസ്ഥയ്ക്ക് മുസ്ലിങ്ങളെ പ്രാപ്തരാക്കുവാൻ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാഹിബ് രംഗത്ത് വരുന്നത്. ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാഹിബ് മാത്രമല്ല, അന്ന് ഡോക്ടർ M.A. അബ്ദുള്ള സാഹിബ്, അതുപോലെ പ്രഗത്ഭരായ അന്ന് മുസ്ലിം സമുദായത്തിൽ അറിയപ്പെടുന്ന ഉന്നതരായ നേതാക്കളെല്ലാം കൂടി ഒരുമിച്ച് കൂടുകയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി ഒരുമിച്ച് കൂടുകയും മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ സാംസ്കാരിക വൈജ്ഞാനിക പിന്നോക്കാവസ്ഥയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു മുസ്ലിം പ്രസ്ഥാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് MES എന്ന വലിയൊരു സ്ഥാപനം ഇന്ന് വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഈ വലിയ പ്രസ്ഥാനത്തിന് ബീജാഭാവം ചെയ്തത്, അതിന് അടിസ്ഥാനമിട്ടത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദ്യം MES വിദ്യാഭ്യാസ രംഗത്ത് മാത്രം കേന്ദ്രീകരിച്ചു. പല സ്കൂളുകളും വന്ന് നടക്കാതെ കിടന്നതെല്ലാം ഏറ്റെടുത്തു. അതുപോലെ കോളേജുകൾ പലതും നടത്താൻ കഴിയാത്ത മാനേജ്മെൻറ്റിൽ നിന്ന് ഏറ്റെടുത്തു. സ്കൂളുകൾ, കോളേജുകൾ, അതുപോലെ തന്നെ ആശുപത്രികൾ തുടങ്ങി ധാരാളം സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു ജൈത്രയാത്ര പോലെ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാഹിബിൻ്റെ സമയത്ത് മുമ്പോട്ട് പോകുവാൻ നമുക്ക് MESന് കഴിഞ്ഞു. അവിടെ മുതലാണ് MESൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. എല്ലാ വർഷവും മലപ്പുറത്തും അതുപോലെ കോഴിക്കോട് ജില്ലകളിലും വെച്ച് നടക്കുന്ന വാർഷിക സമ്മേളനങ്ങൾ, ആ വാർഷിക സമ്മേളനങ്ങൾ MESൻ്റെ വെറും വാർഷിക സമ്മേളനങ്ങളല്ല, അത് കലാ കായിക സാംസ്കാരിക സമ്മേളനങ്ങളായി ഘോഷയാത്രയോടുകൂടി നടന്നിരുന്നു എന്നത് ഓർക്കേണ്ട സംഭവമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ, അബ്ദുൽ ഗഫൂർ സാഹിബിൻ്റെ കാലഘട്ടത്തിൽ വളരെ പ്രഗത്ഭരായ ആൾക്കാരെ ഓർക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ M.A. അബ്ദുള്ള സാഹിബ്, C.A. അബ്ദുസ്സലാം സാഹിബ്, T.O. അബ്ദുള്ള സാഹിബ് തുടങ്ങി K.K. അബൂബക്കർ സാഹിബ്, അസീസ് സാഹിബ് തുടങ്ങി ധാരാളം പേർ ഈ രംഗത്ത് വരികയും തോളോട് തോൾ ചേർന്ന് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് അറുതി വരുത്തുവാനുള്ള കൂട്ടായ ശ്രമം നടത്തി. അങ്ങനെ MES ഈ ഭാഗത്ത് വിജയിച്ചു, ഈ രംഗത്ത് വിജയിച്ചു. ഏറ്റവും എനിക്ക് ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്, അന്നൊരു അഖിലേന്ത്യാ സമ്മേളനം നടന്നു. എൻ്റെ ഓർമ്മയിലിരിക്കുന്ന അഖിലേന്ത്യാ സമ്മേളനം 1980-ലാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആ അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിച്ചത് A.A. റഹീം സാഹിബിൻ്റെ മുൻകൈയെടുത്താണ്. A.A. റഹീം സാഹിബ് മുൻകൈയെടുത്താണ് അഖിലേന്ത്യാ സമ്മേളനം സംഘടിപ്പിച്ചത്. ആ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്, കേരളത്തിൽ നിന്നും ഒരു സ്പെഷ്യൽ ട്രെയിൻ അഖിലേന്ത്യാ സമ്മേളനം നടക്കുന്ന തൽക്കത്തോറ മൈതാനത്തേക്കോ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് കേരളത്തിൽ നിന്നും ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ ട്രെയിനിൽ പോയവരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ചേർന്ന് ഒരു വലിയ മഹാസമുദ്രമായി MESൻ്റെ അഖിലേന്ത്യാ സമ്മേളനത്തെ തൽക്കത്തോറ മൈതാനിയിൽ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. അന്ന് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെട്ടിരുന്ന ഇന്ദിരാഗാന്ധി, അതുപോലെ രാജീവ് ഗാന്ധി, അതുപോലെ സെയിൽ സിംഗ്, അന്നത്തെ കോൺഗ്രസിൻ്റെ മഹാരഥന്മാർ, അവരെല്ലാം പങ്കെടുത്തുകൊണ്ട് ഇന്ത്യക്കകത്തും പുറത്തുമായ നേതാക്കൾ പങ്കെടുത്ത ഒരു വലിയ മഹാസമ്മേളനമായിരുന്നു. അത് വികാരത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുള്ളൂ. സമ്മേളനം അത്രയ്ക്ക് ഗംഭീരമായിരുന്നു എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഞാനത് ചുരുക്കി പറയുന്നു. അത് ആദ്യ കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത്, സ്പെഷ്യൽ ട്രെയിൻ കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുമ്പോൾ
കോഴിക്കോടും മലപ്പുറം പ്രദേശങ്ങളിലും അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ വിളംബര ജാഥ നടത്തിയ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളുണ്ടായിരുന്നു. അതാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. അന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകനായിരുന്നു. വാഹന പ്രചരണ ജാഥയുമായി മലപ്പുറത്തിൻ്റെ എല്ലാ കോണിലും എല്ലാ മേഖലകളിലും മുക്കിലും മൂലയിലും അതുപോലെ തന്നെ കോഴിക്കോടിൻ്റെ മുക്കിലും മൂലയിലും എല്ലാം ഓടി നടന്ന് അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ വിളംബരം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട അന്നത്തെ യുവജന നേതാവായിരുന്നു ഡോക്ടർ ഫസൽ ഗഫൂർ. ഞങ്ങളെല്ലാം അതിനകത്തുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 30ഓളം പേരുണ്ടായിരുന്നു. കോഴിക്കോട് വെച്ച് ട്രെയിൻ നിർത്തുമ്പോൾ അവിടെ നിന്നും ഞങ്ങളുടെ യാത്ര അയക്കുന്നതിൻ്റെ ലീഡർഷിപ്പ് എടുത്തത് അദ്ദേഹമായിരുന്നു. ഞാനിത് പറഞ്ഞത് അന്നത്തെ അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ പാർട്ടിസിപ്പേഷൻ്റെ 100% കേരളത്തിൽ നിന്ന് എടുത്തതിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടർ ഫസൽ ഗഫൂർ തന്നെയായിരുന്നു. അതിവിടെ ഈ തരണത്തിൽ അത് സ്മരണീയമാണ്. ആ കാലഘട്ടം കഴിഞ്ഞു. അവിടെ എല്ലാം ഞാൻ ചുരുക്കിയാണ് സൂചിപ്പിക്കുന്നത്. ആ കാലഘട്ടം കഴിഞ്ഞു. K.K. അബൂബക്കർ സാഹിബ്, അതുപോലെ തന്നെ പിന്നെ MESൻ്റെ T.O. അബ്ദുള്ള സാഹിബ് തുടങ്ങിയ ഒരു കാലഘട്ടം. ആ ചെറിയ കാലഘട്ടത്തിന് ശേഷമാണ് ബഹുമാന്യനായ നമ്മുടെ ഫസൽ ഗഫൂർ സാർ നമ്മുടെ MES പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി വരുന്നത്. MES പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം വരുമ്പോൾ അടിസ്ഥാന ശില പാകിയിരുന്ന MESൻ്റെ സംഘടനാ അവസ്ഥ 10 മടങ്ങ് വലുതായി. സ്കൂളുകളുടെ എണ്ണം വർദ്ധിച്ചു, കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചു, പ്രൊഫഷണൽ കോളേജുകളുണ്ടായി, എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ടായി. ഞാൻ എടുത്തു പറയുന്നു, ഇന്ന് പെരിന്തൽമണ്ണയിൽ കാണുന്ന മാനം മുട്ടി നിൽക്കുന്ന നമ്മുടെ മെഡിക്കൽ കോളേജ് എന്ന വലിയ സൗധം, അതിൻ്റെ പിന്നിലെ പ്രധാന ചരട് എല്ലാം ഫസൽ ഗഫൂർ തന്നെയായിരുന്നു. അദ്ദേഹവും P.O.J. ലബസാറും അത് വളർത്തിക്കൊണ്ടുവന്നു. ഇന്ന് മാനം മുട്ടി നിൽക്കുന്നു നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത്. MES മെഡിക്കൽ കോളേജ് ഇന്ന് മാനം മുട്ടി നിൽക്കുന്നു. മാനം മുട്ടി നിൽക്കുവാൻ ഞാൻ വളരെ ചുരുക്കിയ വാക്കുകളിൽ പറയുന്നു, മാനം മുട്ടി നിൽക്കുവാൻ ഇന്ന് അതിന് നമ്മളെ സഹായിച്ചത്, ആ അവസ്ഥയിലെത്തിച്ചേർന്നത് ബഹുമാന്യനായ ഫസൽ ഗഫൂറിൻ്റെ അശ്രാന്ത പരിശ്രമമാണ്. ആർക്കും അതിനകത്ത് തർക്കിക്കാൻ പറ്റുകയില്ല, തർക്കിക്കേണ്ട കാര്യവുമില്ല എന്നുള്ളത് എല്ലാ MESകാർക്കും അറിയാം. ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ എണ്ണം കൂടി, അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എണ്ണം കൂടി. എഞ്ചിനീയറിംഗ് കോളേജ് ഡോക്ടർ M.A. അബ്ദുള്ള സാർ ഉള്ള സമയത്ത് തന്നെ അതൊരു കേരളത്തിലെ താജ്മഹൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അതാണ് ഏറ്റവും ആ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കുറ്റിപ്പുറത്ത് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കേരള താജ്മഹൽ. അവിടെ നിന്നും അവിടെ കിട്ടിയ റിസോഴ്സ് ഉൾപ്പെടെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ അവിടുത്തെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റി. കൊല്ലത്ത് ഉൾപ്പെടെ എഞ്ചിനീയറിംഗ് കോളേജ് വന്നു. അതുപോലെ നമ്മുടെ കോളേജുകൾ കേരളത്തിലെ മറ്റേത് കോളേജിലേക്കാൾ മുന്നിൽ നിൽക്കുന്നു. എടുത്തു പറയേണ്ടതാണ്. അതിന് ശ്രദ്ധേയമായ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. വെറുതെ ഉള്ളൊരു കാര്യമല്ല, സാധാരണ വന്നു ചേരുന്ന കാര്യമല്ല. 8 എയ്ഡഡ് കോളേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 28ഓളം കോളേജുകളുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജുകളും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ തുടങ്ങി ധാരാളം കോളേജുകളുണ്ട്. ആ കോളേജുകൾ വെറും കോളേജുകളല്ല, സാധാരണ അഡ്മിഷൻ എടുത്ത് പഠിച്ചു പോകുന്ന കോളേജുകളല്ല. അവിടെയെല്ലാം വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ ഉയർച്ചയിലെത്തിക്കുന്ന അക്ഷീണ പരിശ്രമങ്ങൾ നടക്കുന്ന ടീമിനെ കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഫസൽ ഗഫൂർ സാർ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്ന് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒന്ന്, മമ്പാട് കോളേജ്. മമ്പാട് MES കോളേജ് ഇന്ന് ഓട്ടോണമസ് കോളേജാണ്. NSSനോ SNDPക്കോ ഒന്നും കിട്ടാത്ത രീതിയിൽ നമ്മുടെ ഒരു കോളേജ് ഓട്ടോണമസ് കോളേജ് ആൻഡ് സെൻറ്റർ ഓഫ് അക്കാഡമിക് സെൻറ്റർ ഓഫ് എക്സലൻസ് ആയി ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നു. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ധാരാളം എക്സ്പെർട്സുകളും പ്രധാനികളും അവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നൂതനങ്ങളായ കോഴ്സുകൾ അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് MESൻ്റെ പ്രധാനപ്പെട്ട ഒരു കോളേജായി അത് മാറി. MESൻ്റെ മാത്രമല്ല, ഈ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോളേജായി മാറി. അത് MESൻ്റെ പങ്കുടത്തിൽ ഒരു സ്വർണ്ണ തൂവൽ തന്നെയാണ്, ഒരു സംശയമില്ല. അതുപോലെ മറമ്പള്ളി MES കോളേജ്, അവിടെയും നൂതനമായ ഏറ്റവും ലേറ്റസ്റ്റായ കോഴ്സുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ അഡ്മിഷൻ്റെ തിരക്ക് അത് നമ്മളെല്ലാം ഊഹിക്കുന്നതിന് വളരെ അപ്പുറത്താണ്. PG കോഴ്സുകളും UG കോഴ്സുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മാറമ്പള്ളി കോളേജ്
കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന മറ്റൊരു കോളേജാണ്. അതുപോലെ MES അസ്മാബി കോളേജ്, അവിടെയും ഇന്ന് വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ ഭാഗമായി അവിടുത്തെ നേതൃത്വം അവിടുത്തെ പ്രോഗ്രാമുകൾ, അക്കാഡമിക് പ്രോഗ്രാമുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇനി മറ്റൊരു കോളേജ് കൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം, നെടുങ്കണ്ടം MES കോളേജ്. എന്താണ് നെടുങ്കണ്ടം MES കോളേജ്? ഒരു സാഹചര്യം കൊണ്ട് നമുക്കൊരു കാലഘട്ടത്തിൽ ഗവൺമെൻറ് അനുവദിച്ച MES കോളേജ്, മുസ്ലിം സമുദായത്തിൻ്റെ എണ്ണം കുറവാണ് എങ്കിൽ പോലും അവിടെ അന്ന് ആരും ശ്രദ്ധിക്കാതെ മലമുകളിൽ ഹൈറേഞ്ചിലുണ്ടായിരുന്ന ആ MES നെടുങ്കണ്ടം കോളേജിനെ ഇന്ന് റാങ്കുകൾ, MG യൂണിവേഴ്സിറ്റിയിൽ റാങ്കുകൾ വാരിക്കൂട്ടാനുള്ള ഒരു വലിയ സ്ഥാപനമായി അതിനെ മാറ്റാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ശ്രമവും അതിൻ്റെ പിന്നിലുള്ള അധ്വാനവും അതിൻ്റെ പിന്നിലുള്ള സംഘടനയും അതിൻ്റെ പിന്നിലുള്ള സംഘടനാ ശക്തിയും നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. അതാണ് MES. ഇന്ന് MES ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 1904-ലും 1914-ലും വന്ന സംഘടനയ്ക്ക് തുല്യമല്ല. അതിനേക്കാൾ എത്രയോ മുകളിലാണ് MES പ്രസ്ഥാനം, MES ഇന്ന് കേരളത്തിൽ എന്ന് നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ഞങ്ങൾക്കൊരു സെക്കൻഡറി സ്കൂളുണ്ട്. പക്ഷേ ആ സെക്കൻഡറി സ്കൂള് തിരുവനന്തപുരം ജില്ലയുടെ അഭിമാനമാണ്, MESനെ സംബന്ധിച്ചുള്ള അഭിമാനമാണ്. ഏകദേശം അത് തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ, എന്ന് സെക്കൻഡറി ആയോ അന്ന് മുതൽ SSLCക്ക് 100% വിജയം കൊയ്യുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമായി ഇന്ന് അത് നിലനിൽക്കുകയാണ്. അവിടെ ഇന്ന് 7 ഏക്കർ സ്ഥലമുണ്ട്. ആ 7 ഏക്കർ സ്ഥലത്ത് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഡോക്ടർ ഫസൽ ഗഫൂർ സാറുമായി ഞങ്ങൾ വളരെ കാര്യമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ആസന്ന ഭാവിയിൽ അതൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. MESന് ഒരു കോംപ്ലക്സ് ഉണ്ട്, എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ഉണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ സ്റ്റാച്യുവിൽ സെക്രട്ടേറിയറ്റിൻ്റെ അനക്സുമായി തോളോട് തോള് ഒരുമ്മി നിൽക്കുന്ന ഒരു 3 നില കെട്ടിടം, തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക കേന്ദ്രമായി അത് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ MESകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ്. വലിയ വലിയ മഹാരഥന്മാർ നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ് MESൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. അലിൻ്റെ ഡയറക്ടർ പി മുഹമ്മദ് സാഹിബ്, അതുപോലെ P.K. അബ്ദുള്ള സാഹിബ് IAS, അതുപോലെ അബ്ദുൽ ഹമീദ് സാഹിബ് IAS, അബ്ദുൽ സലാം സാഹിബ് IAS, അതുപോലെ വ്യവസായ പ്രമുഖനും വാണിജ്യ പ്രമുഖനുമായ മുഹമ്മദ് സാഹിബ് തുടങ്ങി ധാരാളം പേർ അതിന് നേതൃത്വം കൊടുക്കുകയും ഇന്ന് MES ഒരു തിരുവനന്തപുരം ജില്ലയിലെ മാറ്റി നിർത്താൻ പറ്റാത്ത വലിയ പ്രസ്ഥാനങ്ങളിൽ ഒന്നായി MES മാറുകയും ചെയ്തിരിക്കുന്നു. MES ഫെസ്റ്റ് സംഘടിപ്പിച്ചു 1995-ൽ തിരുവനന്തപുരത്തെ പഞ്ചായത്ത് ഹാളിൽ. തിരുവനന്തപുരം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കലാമേള സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ MES യൂത്ത് വിങ് എന്ന ശ്രദ്ധേയമായി. അത് തിരുവനന്തപുരം ജില്ലയാണ് സംഘടിപ്പിച്ചത്. MES മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗം മാത്രമല്ല, സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം മാത്രമല്ല, കലാകായിക രംഗത്ത് ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതുപോലെ MES എല്ലാ ദാർശനികതയും എല്ലാ ആശയങ്ങളും മനുഷ്യ മനസ്സിലേക്ക് എത്തിക്കുവാനുള്ള ഒരു പ്രധാന സംഘടനാ സംവിധാനവും കൂടിയായി MES മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.